പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 42ാം ഭരണഘടനാ ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റി. 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസായ വർഷം 1976. 1976 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസായത്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത എന്നീ വാക്കുകളാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1977 ജനുവരി 3. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1977 ജനുവരി 3. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. 44ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി. 44ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസായ വർഷം 1978. 44ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസായ വർഷം 1978. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1979 ഏപ്രിൽ 30. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1979 ഏപ്രിൽ 30. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ആർട്ടിക്കിൾ 300A. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ആർട്ടിക്കിൾ 300A. സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതി. ലോകസഭയുടെയും രാജ്യസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കിയ ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതി. ലോകസഭയുടെയും രാജ്യസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കിയ ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതി.